Good afternoon. Good afternoon, ma'am. Okay, good afternoon. ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? ഫുഡ് കഴിച്ചോ? Okay, good afternoon. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ Good afternoon. good afternoon. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ആ ഒരു 10 ആക്ടുകൾ പഠിച്ചു അല്ലെ, ജനറൽ ആക്ടുകളൊക്കെ പഠിച്ചു. നിങ്ങൾ അതൊക്കെ വായിച്ചു നോക്കിയോ? അത് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ ആണ്. ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ടോംസൺ നിയമത്തെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലെ. ടോംസൺ നിയമത്തെ പറ്റി, ലോ ഓഫ് ടോംസൺ, അവിടെ തൊട്ടാണെങ്കിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് അല്ലെ. ഓക്കെ, എന്താണ് ടോംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവരുടെ സ്വത്തിനോ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ ഒഴിവാക്കലുകള്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത്? ടോർട്ട് നിയമം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളിപ്പോ ചെയ്യുന്നത് ചിലപ്പോ മനഃപൂർവ്വമാവാം, അല്ലാതെ ആവാം. നമ്മുടെ പ്രവൃത്തികള് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാവാം, ചിലപ്പോ അത് മറ്റൊരാൾക്ക് എന്തുണ്ടാക്കാണ്? ദോഷം ഉണ്ടാക്കാണ്. എന്നുവെച്ചാൽ ഒന്നുകിൽ അവർക്ക് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെ, അങ്ങനെ എന്തെങ്കിലും അവർക്കൊരു ദോഷം ഉണ്ടാക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ അതൊക്കെ എന്താണ്? ടോർട്ട് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ടോർട്ട് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ ഒഴിവാക്കൽ നിയമങ്ങള്, ഒഴിവാക്കൽ പ്രവർത്തനങ്ങള്, അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത്? ടോർട്ട് നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
പിന്നെ നമ്മൾ പറഞ്ഞത് ടോർട്ട് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെ? അതൊരു ലാറ്റിൻ പദമായിട്ടുള്ള ടോർട്ടസ് എന്ന വാക്കിൽ നിന്നാണ് ടോർട്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ. അതിന്റെ മീനിങ് ഇമ്പോർട്ടന്റ് ആണ്. ട്വിസ്റ്റഡ് അഥവാ ക്രൂക്ഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ട്വിസ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? വളച്ചൊടിച്ചത്, വക്രമായത് അല്ലെ? ക്രൂക്ഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളച്ചൊടിച്ചത്, വക്രമായത് എന്നിങ്ങനെ അർത്ഥം വരുന്ന ട്വിസ്റ്റഡ് ഓർ ക്രൂക്ഡ്, ഓക്കെ, ആ ഒരു പദമായിട്ടുള്ള ആ അർത്ഥം വരുന്ന ടോർട്ടസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ടോർട്ട് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വായിക്കാം. The word tort is derived from the Latin word tortus, which means twisted or crooked. It is defined as any wrong, injury or damage is done to the person for which a civil suit can be brought. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് ടോർട്ട് നിയമത്തിന്, അല്ലെങ്കിൽ ടോർട്ട് നിയമമല്ല, ടോർട്ടിന് എക്സാമ്പിളുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് MLCക്ക് കുറച്ച് എക്സാമ്പിളുകൾ പഠിച്ചില്ലേ? മെഡിക്കോ ലീഗൽ കേസുകൾക്ക് എക്സാമ്പിൾ പഠിച്ച പോലെ ഇനി നമുക്ക് ടോർട്ടിന് കുറച്ച് എക്സാമ്പിളുകൾ പഠിക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വന്നതാണ് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. അതാണ് ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, ബ്രാക്കറ്റില് അൺനെസസറി ഓപ്പറേഷൻസ് അല്ലെ, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ അതായത് തെറ്റായ പ്രവർത്തനങ്ങൾ, അൺനെസസറി ഓപ്പറേഷൻസ്, തെറ്റായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വമോ അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആ ഒരു പെരുമാറ്റത്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, കെയർലെസ്നെസ് കൊണ്ട് വരുന്ന കാര്യങ്ങളാവാം. അങ്ങനെയുള്ള പെരുമാറ്റത്തെ, പ്രവർത്തനങ്ങളെ അത് മറ്റൊരാൾക്ക് എന്ത് വരുത്താണ്? ദോഷം വരുത്താണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ അഥവാ അൺനെസസറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തതാണ് ആക്ട് ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കൽ പ്രവർത്തനങ്ങളാണ്. അതായത് നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, അത് നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്? ചെയ്യാതിരിക്കാണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പോലെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്മോർട്ടം ആണ്. ഓക്കെ, പോസ്റ്റ്മോർട്ടത്തിനെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്, അതായത് ഒരു പോസ്റ്റ്മോർട്ടം ഒരു ബോഡിയിൽ ചെയ്യണമെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട കക്ഷിയുടെ ഒരു കൺസെന്റ് അവിടെ ആവശ്യമാണ്, സമ്മതം ആവശ്യമാണ്. അപ്പൊ ആ ഒരു കൺസെന്റ് എന്നുള്ളത് ആ ഒരു ഓട്ടോപ്സി പ്രൊസീജിയറുടെ ഒരു ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ പ്രൊസീജിയറിന്റെ ഭാഗമാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുടെ കൺസെന്റ് വാങ്ങാന്നുള്ളത്, സമ്മതം വാങ്ങാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ മനഃപൂർവ്വം ആ കൺസെന്റ് വാങ്ങുന്നില്ല. ആ കൺസെന്റ് വാങ്ങുക എന്നുള്ള ഒരു പ്രൊസീജിയറിനെ അവിടെ ഒമിറ്റ് ചെയ്യാണ്, ഒഴിവാക്കിയുകൊണ്ട് നമ്മൾ ആ ഒരു ഓട്ടോപ്സി കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? അതുമൂലം ഒരു പ്രശ്നം ഉണ്ടാവാണ് അല്ലെ, മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വരികയാണ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ പബ്ലിക് റിലേഷൻ പഠിച്ചപ്പോ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഇപ്പൊ പേഷ്യൻസ്, ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ കൂടിയും അവരുടെ സമ്മതം ഇല്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അവരുടെ ഒരു കൺസെന്റ് ഇല്ലാതെ, ആ കൺസെന്റ് വാങ്ങണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അവരുടെ കൺസെന്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു എന്താ പറയാ, അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് നമ്മൾ റിലീസ് ചെയ്യാണ്. അപ്പൊ അതൊക്കെ എന്താണ്? ഒമിറ്റ് ചെയ്യണം. ആ ഒരു കൺസെന്റ് വാങ്ങാന്നുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മറ്റൊരാൾക്ക് എന്ത് വരുത്താണ്? ദോഷം വരുത്താണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ആക്ട് ഓഫ് ഒമിഷൻ. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് അവിടെ പറഞ്ഞത് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. അടുത്തതാണ് നെഗ്ലിജൻസ്. ഓക്കെ, നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അല്ലെ, മെഡിക്കൽ നെഗ്ലിജൻസ്. നമ്മുടെ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ന്യൂസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന, ചിലപ്പോഴൊക്കെ എന്തെങ്കിലും സർജിക്കൽ ടൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്താണ് ശരീരത്തിനകത്ത് വെച്ച് മറന്നു പോകുന്ന അവസ്ഥ അല്ലെ. പിന്നീട് രോഗിക്ക് വളരെയധികം ബുദ്ധിമുട്ടി, പിന്നീട് ഏതെങ്കിലും കാലത്ത് രോഗികളെ സ്കാൻ ചെയ്യുമ്പോഴാ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് പോകുമ്പോഴാണ് അങ്ങനെ അന്ന് സർജറി നടത്തുമ്പോൾ തന്നെ ഒരു നീഡിലോ അവരുടെ സിസ്റ്റേഴ്സ് എന്തെങ്കിലും വൈദ്യുണ്ടായിരുന്നു എന്നൊക്കെ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ഇല്ലേ? അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്?
മെഡിക്കൽ നെഗ്ലിജൻസുകളാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ റോങ് ആയിട്ടുള്ള സൈറ്റിൽ സർജറി ചെയ്യാം അല്ലെ, അതായത് തെറ്റായ ആള് മാറി സർജറി ചെയ്യാം, സർജറി ചെയ്യേണ്ട ഭാഗത്തല്ലാത്ത സ്ഥലത്ത് സർജറി ചെയ്യാം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അനസ്തേഷ്യയിൽ വരുന്ന എററുകള് അല്ലെ, അനസ്തേഷ്യ കൊടുക്കണമെങ്കിൽ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് തന്നെ വേണം അല്ലെ. അപ്പൊ അത് കറക്റ്റ് ഡോസിലും കാര്യങ്ങളിലും ഒക്കെ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും എററുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അത് രോഗിയുടെ ജീവന് തന്നെ ഹാനികരമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ അങ്ങനെയുള്ള അനസ്തേഷ്യ ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. എന്താണ് സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ? സ്വാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ അല്ലെങ്കിൽ തുണി എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ, അതായത് ഇപ്പൊ നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തുണി കഷ്ണോ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റുകളോ ഒക്കെ വെച്ച് മറന്നു പോകുന്ന അവസ്ഥ, അതൊക്കെ മെഡിക്കൽ നെഗ്ലിജൻസിൽ വരുന്നതാണ്. അത് ഇതിന് എക്സാമ്പിൾ ആണ്, ടോർട്ടിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ഇന്റൻഷണൽ ഇന്റർഫറൻസ് ആണ്. ഇന്റൻഷണൽ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്യുന്ന ഇടപെടലുകളാണ് അല്ലെ. ഇന്റൻഷണൽ ഇന്റർഫറൻസ് ആണ്. നമ്മൾ ഇന്റൻഷനലി മനഃപൂർവ്വം ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ചില ഇടപെടലുകളാണ്. അത്തരം ഇടപെടലുകൾ എന്ന് പറഞ്ഞാല് ദാറ്റ് ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് അല്ലെ. അത് ഈ പറയുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും പല ഡിസ്റ്റർബൻസിനും അത് കാരണമാകുന്നുണ്ട്. ഓക്കെ, അതാണ് എന്ത്? ഇന്റൻഷണൽ ഇന്റർഫറൻസ്. ഇന്റൻഷനലി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ, മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന ചില ഇടപെടലുകളാണ്. അത് ഒരു വ്യക്തിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അടുത്തതാണ് ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. ഇതാണ് ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അല്ലെ. അതാണ് ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, അതായത് ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. നമുക്കറിയാം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ, നമ്മുടെ ഒരു മൗലിക അവകാശമാണ് അല്ലെ. സ്വകാര്യതയ്ക്കുള്ള ഒരു അവകാശം അല്ലേ. അപ്പൊ അതിലേക്ക് നമ്മൾ മറ്റൊരാൾ ഇടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശത്തിന്റെ ഒരു ലംഘനമാണ് അല്ലെ. അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? ടോർട്ടിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി കേട്ടോ. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലംഘനം എന്നാണ് കേട്ടോ. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി എന്ന് പറഞ്ഞാല് ചില രഹസ്യാത്മക പ്രൊഫഷണൽ സീക്രസിയുടെ ലംഘനം. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനില് നമ്മൾ ആ ഒരു പ്രൊഫഷണൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു സീക്രട്ടോ കാര്യങ്ങളോ നമ്മൾ അവർക്ക് അറിയാവുന്നതാണ്, അത് അവര് അനധികൃതമായിട്ട് അവര് ഡിസ്ക്ലോസ് ചെയ്യാണ്, പുറത്തോട്ട് വെളിപ്പെടുത്താണ്. അതെന്താണ്? ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി ആണ് അല്ലെ. അതായത് ഈ പറയുന്ന പ്രൊഫഷണൽ സീക്രസിയുടെ ലംഘനമാണ്. അതുപോലെ തന്നെ ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബാറ്ററി മീൻസ് ഈ പറയുന്ന പോലെ തന്നെ പീഡനങ്ങളാണ്, ശാരീരികമായിട്ടുള്ള പീഡനങ്ങള്, അതൊക്കെയാണ് ബാറ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായ പീഡനം എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലാവാം, നിയമവിരുദ്ധമായിട്ടുള്ള ഏതൊരു ഫിസിക്കൽ കോണ്ടാക്ടിനെയും നമുക്ക് ബാറ്ററി എന്ന് വിശേഷിപ്പിക്കാം. അത് റേപ്പാവാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരാളെ നമ്മൾ മനഃപൂർവ്വം ദേഹോപദ്രവം ചെയ്യുന്നതാവാം. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റുകളും നമ്മൾ പൊതുവെ ബാറ്ററി എന്നാണ് പറയുക കേട്ടോ. അതിനൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ്. ഇതാണ് സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ്. അതായത് ഒരു പേഷ്യന്റിന്റെ കൺസെന്റിന്റെ പരിധിക്കപ്പുറത്തേക്ക് ഒരു സർജൻ പോകുന്ന അവസ്ഥ. നമുക്കറിയാലോ, സർജറി ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യന്റിന്റെ കൺസെന്റ് വാങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ സർജറി ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ എന്താണ് ഡോക്ടർ ചിലപ്പോ അതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും അവർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നുവെച്ചൊരു സർജറിക്ക് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് കേൾക്കുന്ന ആ പെർട്ടിക്കുലർ സർജറി ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം വേറെ മറ്റെന്തെങ്കിലും വല്ല അവയവങ്ങൾ എടുക്കുകയോ അതിനെ മാറ്റിയിട്ട് അതിന് എക്സാമ്പിൾ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ കേട്ടോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പേഷ്യന്റിന്റെ പരിധിക്കപ്പുറത്തേക്ക് സർജൻ പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സർജറി മനഃപൂർവ്വം സർജൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതൊക്കെ ബാറ്ററിയാണ് അല്ലെ. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ചില ഫിസിക്കൽ ആയിട്ടുള്ള എന്താ പറയാ പ്രശ്നങ്ങളാണ് അല്ലെ. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ടോർട്ടിന്റെ എക്സാമ്പിൾ ആണ്. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ പറയുന്ന എക്സാമ്പിളുകളൊക്കെ ഓക്കെ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് ഒന്ന് റെസ്പോണ്ട് ചെയ്യണോ കേട്ടോ ക്ലാസ്സിലിരിക്കുന്നവര്. ഓക്കെ, എന്തെങ്കിലും പോയിന്റുകൾ ആർക്കെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ.
ഓക്കെ, എന്താണ് ലക്ഷ്മി ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാൻ മനസ്സിലായില്ല. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അൺനെസസറി ഓപ്പറേഷൻസ്, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വമോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ മറ്റൊരാൾക്ക് എന്തുണ്ടാക്കുകയാണ്? ദോഷം ഉണ്ടാക്കുകയാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. നാലാമത്തെ പോയിന്റ് എന്താണ്? ഇന്റൻഷണൽ ഇന്റർഫറൻസ് ആണ്. അതായത് നമ്മൾ മനഃപൂർവ്വം നടത്തുന്ന ചില ഇടപെടലുകൾ, ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കണം, അയാളെ നമുക്ക് ഉപദ്രവിക്കണം എന്നുള്ള ആ ഒരു ഇന്റൻഷൻ വെച്ച് തന്നെ നമ്മൾ ഒരാളോട് ഇടപെടുക, ഇല്ലേ? അങ്ങനെയുള്ളതാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ്. അതൊരാളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. നമ്മളൊരു മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിക്കണം എന്ന് കരുതി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? മാനസികമായിട്ടും ഇപ്പൊ നമ്മൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ചോദിച്ചവർക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മിസ്സലേനിയസ് ടോട്ട് കേട്ടോ. ഇനി ഇതിൽ പറയാത്ത മറ്റു ചില ടോട്ടുകൾക്ക് തന്നെ കുറച്ച് മറ്റു പല എക്സാമ്പിളുകൾ കേട്ടോ. ഇതിപ്പോ എളുപ്പമാണ് കേട്ടോ. നമ്മള് മെഡിക്കൽ ലീഗൽ കേസിന് എക്സാമ്പിളുകൾ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ടോട്ടിന് എക്സാമ്പിൾ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മിസ്സലേനിയസ് ടോട്ട്, ഇനി മറ്റു പല എക്സാമ്പിൾ നോക്കാം ടോട്ടിന്. ഇതിൽ പറയാത്ത കുറച്ചും കൂടെ എക്സാമ്പിളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ന്യൂയിസെൻസസ് ആണ്. ന്യൂയിസെൻസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻകൺവീനിയൻസ് ടു പബ്ലിക്. നമ്മൾ പറയില്ലേ ശല്യമാണെന്ന് പറയുന്നത്, പബ്ലിക് ന്യൂയിസൻസ് ആണെന്നൊക്കെ പറയും അല്ലെ? ശല്യങ്ങളാണ്, പബ്ലിക്കിന് ശല്യം ഉണ്ടാക്കുന്ന കാര്യങ്ങള്, അതൊക്കെ എന്താണ്? ടോട്ടിൽ വരുന്ന ഒരു പബ്ലിക്കിന് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ വേറെ ശബ്ദം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യോ അല്ലെ? എങ്ങനെയായാലും പബ്ലിക്കിന് ഇൻകൺവീനിയൻസ് ആയിട്ടുള്ള എന്തിനേയും നമുക്ക് ന്യൂയിസെൻസസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അടുത്തത് രണ്ടാമത്തെ എന്താണ്? മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ ബ്രാക്കറ്റില് ഡെസീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡെസീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? വഞ്ചന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതാണ് വഞ്ചന എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തെറ്റായിട്ട് ഒരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യാം, തെറ്റായി പ്രസന്റ് ചെയ്യാം, അതാണ് മിസ്റെപ്രസെന്റേഷൻ. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരികയാണ്. ഓക്കെ, അതൊന്നും അറിയില്ല, ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ഒരാളാണ്. അയാൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ടായിരിക്കാം അയാൾ വരുന്നത്. അവിടെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നില്ല, പക്ഷെ അയാളോട് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അവരോട് പറയാണ്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അതെന്താണ്? മിസ്റെപ്രസെന്റ്. നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നമ്മൾ അവരോട് അവിടെ ഉണ്ടത് അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള സേവനങ്ങളുണ്ട് എന്ന് അവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അതെന്താണ്? ഒരു തരം ഡെസീറ്റ് ആണ് അല്ലെ? നമ്മൾ അവര് വഞ്ചിക്കുന്നതിന് തുല്യമാണ് അല്ലെ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന മിസ്റെപ്രസെന്റേഷൻ. ബ്രാക്കറ്റിൽ എന്താണ്? ഡെസീറ്റ് കേട്ടോ, വഞ്ചന എന്ന് പറയും. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വരുന്നതാണ് ഡീഫമേഷൻ ട്ടോ. ഡീഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫമേഷൻ എന്ന് വെച്ചാൽ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അപവാദ പ്രചരണം, അതിനെയാണ് നമ്മൾ ഡീഫമേഷൻ എന്ന് പറയുന്നത്. കറിയിലേക്ക് എഴുതി വെക്കുന്നു കേട്ടോ, പിന്നീട് വായിക്കുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പറ്റി അപവാദങ്ങളൊക്കെ ചെയ്യുക അല്ലെ? അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തുക, അങ്ങനെയൊക്കെയുള്ളത് ഡിഫമേഷൻ ആണ് കേട്ടോ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സ്ലാൻഡർ അതുപോലെ തന്നെ ലിബൽ. അത് രണ്ടും ഡിഫമേഷൻ ആണ്. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മള് വാക്കാലെ പറയുന്ന അപവാദങ്ങളാണ് കേട്ടോ. ഓറലി നമ്മൾ പറഞ്ഞു വരത്തില്ല. ഇപ്പൊ നമ്മള് അയാൾ അങ്ങനെയാണ് അയാൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം മറ്റൊരാളോട് നമ്മൾ പറയുകയാണ് അല്ലെ? അയാൾ ചിലപ്പോൾ വേറൊരാളോട് പറയും. അങ്ങനെ എന്താണ്? ഒരു ചെയ്യാത്തൊരു കുറ്റത്തിനെ അയാളെ നമ്മൾ എന്ത് ചെയ്യാണ്? അപകീർത്തിപ്പെടുത്തുന്നത്. അതൊരു വെർബൽ അബ്യൂസ് ആണ് അല്ലെ? വെർബലി നമ്മൾ പറഞ്ഞു വരുത്തുന്ന അപവാദങ്ങളാണ്. അതാണ് സ്ലാൻഡർ എന്ന് പറയുന്നത് കേട്ടോ. പറഞ്ഞു വരുത്തുന്നത് സ്ലാൻഡർ. ലിബൽ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്? റിട്ടേൺ ഫോമില്, അതായത് നമ്മൾ എന്തെങ്കിലും അപവാദങ്ങൾ എഴുതി അങ്ങ് നോട്ടീസ് അടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോ നമുക്കറിയാലോ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫേസ്ബുക്കിൽ നമ്മളിപ്പോ ഒരാളെ പറ്റി മനഃപൂർവ്വം അയാളെ ദ്രോഹിക്കണമെങ്കിൽ അയാളെ പറ്റി ഒരു അപവാദം എഴുതി നമ്മളൊന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാണ്. എന്തായ അവസ്ഥ അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? അത് ലിബലാണ് കേട്ടോ. അപ്പൊ അത് തമ്മിൽ രണ്ടും ഡിഫമേഷൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ. സ്ലാൻഡർ എന്ന് പറയുമ്പോൾ നമ്മള് വെർബൽ ഒരു ഇൻഫർമേഷൻ ആണ്, പറഞ്ഞു വരുത്തുന്ന അപവാദങ്ങളാണെങ്കിൽ ലിബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി തയ്യാറാക്കിയ അപവാദങ്ങളൊക്കെ വരുത്തൂലേ, അതിനെയാണ് നമ്മൾ ലിബൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ, ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ കേട്ടോ.
അത് മാനസികമായിട്ടുള്ള പീഡനങ്ങളാവാം, ശാരീരികമായിട്ടുള്ള പീഡനങ്ങളാവാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ മനഃപൂർവ്വം നമ്മൾ ത്രട്ടൻ ചെയ്തെന്ന് കരുതിയിട്ട് അവരെന്തെങ്കിലും ദ്രോഹിക്കുക, അതൊക്കെ എന്താണ്? മലീഷ്യസ് പെർസിക്യൂഷൻ ആണ്. അതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഡോക്ടർക്ക് എക്സാമ്പിൾ കിട്ടിയോ? ഓക്കെ, അത്രയും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ടോപ്പ് 10 എക്സാമ്പിൾ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് with effect from, അതാണ് WEF, with effect from 1st September 1987 ട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 1987 സെപ്റ്റംബർ 1 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത് കേട്ടോ. ഏത് ആക്ട് ആണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ഇൻടു ഫോഴ്സ് വിത്ത് ഇഫക്ട് ഫ്രം 1st September 1987. 1987 സെപ്റ്റംബർ 1 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞിട്ട് ചെറിയൊരു ഹൈഫൺ അവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരുമിച്ച് വായിക്കരുത്. അതിന്റെ ആ ഒരു ആക്ടിന്റെ അഡ്വാൻറ്റേജ് ആണ് അവിടെ പറയുന്നത്, ഇതിന്റെ ഒരു ബെനിഫിറ്റ് കേട്ടോ. എന്താണ് ഈ ഒരു ആക്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് അറിയാമോ? അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. അതായത് വളരെ കുറഞ്ഞ ചെലവ് കൊണ്ട് നമുക്ക് ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. അതായത് വെറും 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു വളരെ കുറഞ്ഞ ചെലവിൽ, വലിയൊരു ചെലവ് വരാതെ വളരെ കുറഞ്ഞ ചെലവ് കൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ആക്ടിന്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ഒരു നിയമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം, എന്തെങ്കിലും പ്രശ്നം എന്ന് ഒരുപാട് കാലതാമസം എടുത്തിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. ചിലപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരുപാട് ചെലവും വേണ്ടി വരില്ല. അങ്ങോട്ടും കൊണ്ട് നടന്ന് തന്നെ കുറെ കാശ് നമ്മുടെ ചെലവാവും, നമ്മൾ ആകെ ക്ഷീണിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് ആ ഒരു ആക്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു ആക്ടിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. വളരെ കുറഞ്ഞ മാസം, അതായത് വെറും 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി എന്തിനൊക്കെയുള്ള സംരക്ഷണമാണ് ഈ ഒരു ആക്ട് നമുക്ക് തരുന്നത് കേട്ടോ. നോക്കിയേ, പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ദ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഇതൊക്കെയാണ് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് കേട്ടോ. ഡിഫക്റ്റീവ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇപ്പോ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളാവാം, അതിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരാം, എന്തെങ്കിലും എന്താണ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെ, എന്തെങ്കിലും കേടുപാടുകൾ വന്നതോ അല്ലെങ്കിൽ പോരായ്മകൾ വന്നിട്ടുള്ളതായ ഗുഡ്സ്. അതുപോലെ ഡെഫിഷ്യന്റ് സർവീസ്, നമ്മുടെ സേവനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ വരിക. അതുപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ലെ, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ മൂലം ഉപഭോക്താക്കളുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ. അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായം എന്ന് പറയുമ്പോൾ അതില് പറഞ്ഞിട്ടുള്ള ആ ഒരു മാക്സിമം റീറ്റെയിൽ പ്രൈസിനപ്പുറത്തേക്കൊക്കെ പൈസ വാങ്ങാം അല്ലെ, സാധനത്തിന്റെ പൈസ വാങ്ങാം. അതുപോലെ വല്ല മോശമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവർക്ക് കൊടുക്കാം അല്ലെ. അതൊക്കെ എന്താണ്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളാണ് അല്ലെ. അതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ എടുത്തു കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ വിൽപ്പന എന്താ പറയാ ത്വരിതപ്പെടുത്താനായിട്ട് ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള പരസ്യ പ്രചരണങ്ങൾ നടത്താം. ഇതൊക്കെ എന്താണ്? ഒരു ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലെ, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങള്, അതുപോലെ തന്നെ നമുക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ്, സർവീസസ്, ഇതിൽ നിന്നുമൊക്കെ ഒരു ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒരു ആക്ട് ഏതാണത്?
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങൾ വളരെ എളുപ്പമുള്ള പോയിന്റ് ആണ് അല്ലെ. 1987 സെപ്റ്റംബർ 1 നിലവിൽ വന്നു. അഡ്വാൻറ്റേജ് എന്താണ്? കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റർ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ ഇതുപോലെ നമുക്ക് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ എന്നിവയ്ക്കൊക്കെ നമുക്ക് പരിഹാരം നൽകുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി who is a consumer? ആരാണ് ഒരു കൺസ്യൂമർ? ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ എന്ന് അർത്ഥമാക്കുന്നത് പേയ്മെന്റ് എന്നുള്ള അർത്ഥമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു പൈസ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു സേവനങ്ങൾ കൈപ്പറ്റുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. Who is a consumer? A person who hires any services for any consideration. Any consideration എന്ന് വെച്ച് കഴിഞ്ഞാൽ any payments അല്ലെ, നമ്മൾ എന്തെങ്കിലും പേയ്മെന്റുകൾ കൊടുത്തുകൊണ്ട് സർവീസുകൾ കൈപ്പറ്റുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീസ് തന്നെയാണെന്നില്ല, എന്തെങ്കിലും പ്രോഡക്റ്റോ സേവനങ്ങളോ കൈപ്പറ്റുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് അടുത്തതാണ് ഡെഫിഷ്യൻസി. ഡെഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ ഡെഫിഷ്യൻസികൾക്കുള്ള സംരക്ഷണമാണ് ഈ ഒരു ആക്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് അവിടെ എടുക്കുന്നത് കേട്ടോ. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാല് എന്താണ്? അഭാവമാണ് അല്ലെ, പോരായ്മകൾ. എന്തൊക്കെ പോരായ്മകൾക്കുള്ള, അതായത് ആക്ടിന്റെ പോരായ്മ എന്ന് പറയുന്നത് കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. എന്തൊക്കെ പോരായ്മകൾക്കുള്ള സംരക്ഷണമാണ് ഈ ഒരു ആക്ട് നമുക്ക് തരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഓക്കെ, എ ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ inadequacy in the quality, nature and the manner of performance of a contract or otherwise in relation to the service. അല്ലെ, അതായത് ഇപ്പൊ നമ്മൾ വാങ്ങുന്ന എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും സേവനങ്ങളായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റിയിലോ അതിന്റെ ഗുണമേന്മയിലോ അതിന്റെ നേച്ചറിലോ അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് അല്ലെ, അതിന്റെ പ്രകടനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഇനാഡിക്വസി അല്ലെ, പോരായ്മകള്, ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ, ഫോൾട്ട്, ഇതൊക്കെ ഒരേ അർത്ഥമാണ് കേട്ടോ. തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ പോരായ്മകള്, കേടുപാടുകള്. അതിപ്പോ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന സർവീസുകളും ആവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സർവീസ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റിയില്, അതിന്റെ നേച്ചറില്, അതിന്റെ പെർഫോമൻസിലൊക്കെ വരുന്ന പോരായ്മകള്, തെറ്റുകുറ്റങ്ങള്, ഡെഫിഷ്യൻസികള്, ഇതിൽ നിന്നുമൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നത് ഏത് ആക്ടാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നമ്മളും ഒരു എന്തുകൊണ്ട് ഇവിടെ ഇത് പറയാൻ കാരണം, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ കൈപ്പറ്റുന്ന ആളുകളാണ് അല്ലെ. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് ഫയൽ ചെയ്യാം. കൂടുതലും ഇത് വരുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി സർവീസിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ് കേട്ടോ. നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന മോശം സേവനങ്ങള് അല്ലെ, അത് നമുക്ക് എന്ത് ചെയ്യാം? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് കേസ് ഫയൽ ചെയ്യാം. പക്ഷെ എങ്ങനെയുള്ള സർവീസുകളായിരിക്കണം? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ, ഏത് തരത്തിലുള്ള സർവീസുകളായിക്കോട്ടെ, എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്, അതായത് സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള ഏത് സേവനങ്ങളെയും നമുക്ക് ഈ ഒരു തരത്തില് എടുക്കാം. സൗജന്യ സേവനങ്ങൾക്ക് സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. അതിൽ വല്ല പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് പോയി ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പൊ അത്തരം സേവനങ്ങൾക്കില്ല. അതൊഴികെയുള്ള മറ്റേത് സേവനങ്ങൾ നമ്മൾ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ നേടുന്ന ഏത് സേവനങ്ങളുടെ പോരായ്മകൾ വന്നാലും നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസ് എന്ത് ചെയ്യാം? ഫയൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നോക്കാം, ടൈം ലിമിറ്റേഷൻ ആണ് കേട്ടോ. ടൈം ലിമിറ്റേഷൻ ശ്രദ്ധിക്കാം. എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA. CPA എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് must be filed within 3 years. Must be filed within 3 years. Within 3 years എന്നുള്ളത് എന്താണ്? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അർച്ചന ഒന്നുകൂടെ പറയാം, പക്ഷെ അത് ലാസ്റ്റ് ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയാം കേട്ടോ. അത് ഇത്രയും പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും അത് തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും. ക്ലാസ് കഴിയുമ്പോ ഒന്നുകൂടെ പറയാം കേട്ടോ. ഓക്കെ, ഇനി ഇപ്പൊ കേൾക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. അപ്പൊ നോക്കാം, എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA must be filed
വിത്തിൻ 3 years കേട്ടോ. ആ വിത്തിൻ 3 years എന്നുള്ളത് ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് അവിടെ പറഞ്ഞതെന്ന് അറിയാമോ? CPA എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ചുരുക്കമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ CPA പ്രകാരം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിമുകള് നമ്മൾ എത്ര വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം? 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്കൊരു നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം നമ്മൾ 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയിരിക്കട്ടെ, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി, അവര് പറഞ്ഞ പെർഫോമൻസ് ഒന്നും ആ പ്രോഡക്റ്റ് ഇല്ല. അവര് ഉദ്ദേശിച്ച പൈസ കൊടുത്തു, നല്ലൊരു എമൗണ്ട് കൊടുത്തു, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയതിന്, ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് നമ്മൾ വാങ്ങി തന്നെ ഇരിക്കട്ടെ, അവര് ഗ്യാരണ്ടി ചെയ്ത പെർഫോമൻസ് ഒന്നും വീട്ടിൽ വന്ന് ഉപയോഗിച്ചത് അതിനില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ വഞ്ചിക്കപ്പെട്ടു അല്ലെ? നമ്മൾ ആ കൊടുത്ത പൈസയ്ക്ക് നമുക്ക് കിട്ടിയില്ല, അവര് ഗ്യാരണ്ടി ചെയ്ത യാതൊരു പെർഫോമൻസും ആ എക്യുപ്മെന്റിന് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് അത്രയും രൂപ നഷ്ടം വന്നു അല്ലെ? എന്ത് ചെയ്യണം? നമ്മള് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാം. അപ്പൊ അത് സംഭവിച്ച് നമ്മൾ ഒരുപാട് വൈകാൻ നിൽക്കരുത്. നമുക്ക് അതിന് എന്ത് കിട്ടണം? കോമ്പൻസേഷൻ കിട്ടണം. അത് അധികം വൈകാതെ എന്ന് വെച്ചാൽ ഒരു വിത്തിൻ 3 yearsനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കേസ് നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് പിന്നെ കേസ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് നമുക്ക് അതിന്റെ നഷ്ടപരിഹാര തുക ലഭിക്കുള്ളൂ. അല്ലാണ്ട് 3 വർഷങ്ങൾ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അത് ചിന്തിച്ച് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യാൻ പോലും ചെയ്യാറില്ല. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. CPA പ്രകാരം നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത കാര്യം പറയുന്നതിനേക്കാളും മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ, അതായത് നമ്മുടെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കോടതികളുണ്ട്, അതുകൂടാണ്ട് നമ്മുടെ ഈ പറയുന്ന ജില്ല അല്ലെ, ഈ പറയുന്ന ജില്ല ത്രിതല ഉപഭോക്തൃ സംരക്ഷണ സമിതികളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ കോടതികള്, അതുപോലെ ത്രിതല ഉപഭോക്തൃ സംരക്ഷണ സമിതികള്, അതൊക്കെ നിലവിലുണ്ട് കേട്ടോ, നിലവിലുണ്ട്. അപ്പൊ അവിടെ ഒരു നമ്മൾ ഈ നഷ്ടപരിഹാര തുകയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഓരോ കേസുകൾ കൊടുക്കേണ്ടത് പല രീതിയിലാണ്, പല സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരത്തിന് ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ എവിടെ കൊടുക്കണം? സെൻട്രൽ കൊടുക്കണോ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ കൊടുക്കണോ, അത് സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ കൊടുക്കണോ, അല്ലാതെ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ കൊടുക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് ലഭിക്കാനുള്ള ആ ഒരു കോമ്പൻസേഷന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നാഷണൽ ഫോറം ഡീൽസ് ദ കേസസ് ഗ്രേറ്റർ ദാൻ 30 lakhs. ഗ്രേറ്റർ ദാൻ 30 lakhs എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. അതായത് 30 ലക്ഷമോ അതിൽ കൂടുതലോ വരുന്ന കേസുകളാണെങ്കിൽ, അതായത് ഒരു 30 ലക്ഷമോ അതിൽ കൂടുതലോ നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടേണ്ട കേസുകളാണെങ്കിൽ അതെവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നാഷണൽ ഫോറത്തിലാണ്. അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കോടതികളിലെ 30 ലക്ഷം എന്ന് പറയുമ്പോൾ നിസ്സാരൊരു എമൗണ്ട് അല്ല, വലിയൊരു എമൗണ്ട് ആണ് അല്ലെ? അപ്പൊ 30 ലക്ഷം അതിൽ കൂടുതലൊക്കെ നഷ്ടപരിഹാര പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നാഷണൽ ഫോറത്തിനാണ് അത് എന്ത് ചെയ്യേണ്ടത്? ആ കേസ് ഫയൽ ചെയ്യുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ നാഷണൽ ഫോറമാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കോടതികളൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നുണ്ടാവാം. പിന്നെ സ്റ്റേറ്റ് ഫോറം ഗ്രേറ്റർ ദാൻ 5 lakhs, 5 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള കേസുകളാണെങ്കിൽ അത് സ്റ്റേറ്റ് ഫോറത്തിനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ഡിസ്ട്രിക്ട് ഫോറം അപ് ടു 5 lakhs, 5 ലക്ഷം വരെയുള്ള കേസുകൾ, 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ അത് ജില്ലാ ഉപഭോക്തൃ എന്താ പറയുക സംരക്ഷണ കോടതികളിലായിരിക്കും കൈകാര്യം ചെയ്യുന്നതാവാം. പറഞ്ഞു മനസ്സിലായോ? ആ പരിധികൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ 30 lakh or above ആണെങ്കിൽ സെൻട്രൽ നാഷണൽ ഫോറത്തിനായിരിക്കും, 5 lakh or above ആണെങ്കിൽ സ്റ്റേറ്റ് ഫോറത്തിനായിരിക്കും, അപ് ടു 5 lakh 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറത്തിനായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇത്രയുള്ളൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാണ്. ആരാണ് ചോദിച്ചത്? അച്ഛനെയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1987 സെപ്റ്റംബർ 1-നാണ്. ഓക്കെ, പിന്നെ ഈ ആക്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ വളരെ കുറഞ്ഞ ചെലവ് കൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾക്ക്
സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെ ഈ ആക്ട് എന്തിനുള്ള സംരക്ഷണമാണ് കൊടുത്തരുന്നത്? ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണമാണ് അല്ലെ. ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും കേടുപാടുള്ളതോ മോശമായിട്ടുള്ളത് ഗുഡ്സോ സർവീസുകളോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള സംരക്ഷണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, പിന്നെ ആരാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാല്? എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ അല്ലെ. നമ്മൾ എന്തെങ്കിലും പേയ്മെന്റുകൾ കൊടുത്തുകൊണ്ട് എന്തെങ്കിലും സർവീസുകളോ പ്രോഡക്റ്റുകളോ കൈപ്പറ്റുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രകാരം എന്തൊക്കെ ഡെഫിഷ്യൻസിക്ക് ഉള്ള ഒരു സംരക്ഷണം തരുന്നുണ്ട് ഈ ഒരു ആക്ട്? നേരത്തെ തന്നെ, അതായത് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റിലോ സർവീസിന്റെയോ ക്വാളിറ്റിയിലോ നേച്ചറിലോ പെർഫോമൻസിലോ വരുന്ന പോരായ്മകൾക്ക് നമുക്ക് ഈ ഒരു ആക്ട് പ്രകാരം സംരക്ഷണം ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഓർക്കുക, സൗജന്യ സേവനങ്ങൾ ഒഴികെയുള്ള ഏത് സേവനങ്ങൾക്കും നമുക്ക് കേസ് ഫയൽ ചെയ്യാട്ടോ. സൗജന്യ സേവനം ഫ്രീ ആയിട്ട് കിട്ടുന്നത്, അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അതൊഴികെയുള്ള ഏത് സേവനങ്ങളുടെ പോരായ്മകൾക്കും നമുക്ക് ഈ ഒരു ആക്ട് ബാധകമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് CBI പ്രകാരം നഷ്ടപരിഹാരത്തിനായിട്ടുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട് 3 വർഷത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ നാഷണൽ ഫോറം, സ്റ്റേറ്റ് ഫോറത്തിൽ എത്രയാണ്, ഡിസ്ട്രിക്ട് ഫോറത്തിൽ എത്രയാണ്, ഇത്രയൊക്കെ നോട്ട് ചെയ്ത് കേട്ടോ. ഓക്കെ, താങ്കൾ ഓക്കെ ആണോ? നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ക്ലിയർ ആണോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ് കേട്ടോ. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ, അതായത് പേഷ്യന്റിന്റെ അവകാശങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഞാൻ പറഞ്ഞല്ല കേട്ടോ, നമ്മൾ അറിഞ്ഞിരിക്കണം പേഷ്യൻസിന് എന്തൊക്കെ റൈറ്റ്സുകൾ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതാണ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ, പേഷ്യന്റിന്റെ അവകാശങ്ങൾ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? റെസ്പെക്ട്ഫുൾ കെയർ ആണ് കേട്ടോ. അതെ, മാന്യമായിട്ടുള്ള ഒരു പരിചരണം അല്ലെ. ഒരു മാന്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കാനുള്ള ഒരു അവകാശം ഏതൊരു പേഷ്യന്റിനുണ്ട് അല്ലെ. അവിടെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് പാടില്ല അല്ലെ. എന്തെങ്കിലും ഒരു കാസ്റ്റിന്റെ പേരിലോ കമ്മ്യൂണിറ്റിയുടെ പേരിലോ റിലീജിയന്റെ പേരിലോ അല്ലെങ്കിൽ വല്ല ഫിനാൻഷ്യൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന്റെ പേരിലോ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അവിടെ പാടുന്നതല്ല അല്ലെ. ഒരു റെസ്പെക്ട്ഫുൾ കെയർ ലഭിച്ചിരിക്കണം അല്ലെ. മാന്യമായിട്ടുള്ള ഒരു പരിചരണം ലഭിക്കുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു രോഗിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റുകളും അവരുടെ അസുഖത്തെ പറ്റിയുള്ള ഡോക്ടേഴ്സിന്റെ പ്രോഗ്നോസിസ് അല്ലെ പ്രഡിക്ഷനെ പറ്റിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഓക്കെ, മനസ്സിലായോ? കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതായത് ഒരു രോഗിയാണ്, ഒരു രോഗിയെ സംബന്ധിച്ച് അവരുടെ രോഗാവസ്ഥയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവരുടെ രോഗനിർണയം എന്താണ്, അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണ്, ഇനി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ആരോഗ്യത്തെ പറ്റിയുള്ള അവരുടെ പ്രഡിക്ഷൻ എന്താണ് അല്ലെ, അതിനെ പറ്റിയൊക്കെ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം doctor before he gives a consent. That the patient has the right to information from the doctor before he gives the consent. അതോടൊപ്പം തന്നെ ഒരു രോഗി അവരുടെ സമ്മതം അറിയിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഡോക്ടറിൽ നിന്നും കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അറിയാനുള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഒരു കൺസെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഡോക്ടറിൽ നിന്ന് അവരുടെ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അറിയാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അത്രയും പോയിന്റുകൾ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ എന്ത് അസുഖമാണെങ്കിൽ കൂടിയും ഡോക്ടേഴ്സ് നമ്മളോട് ഓപ്പൺ ആയിട്ട് തന്നെ പറയും അല്ലെ. ആരോഗ്യം മറച്ചൊന്നും വെക്കില്ല അല്ലെ, എല്ലാ കാര്യവും പറയും. എത്ര ഗുരുതരമായിട്ടുള്ള അസുഖമാണെങ്കിലും നമ്മളോട് പറയും. അത് പറയണം എന്നുള്ളത് അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. അറിയാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന്. ഓക്കെ, അടുത്ത നോക്കിയേ, റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ദ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. റൈറ്റ് ടു റിഫ്യൂസ് ദ ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ദ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. അതായത് ഒരു നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്ന് ഒരു ചികിത്സ നിഷേധിക്കാനുള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. ഓക്കെ, അത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളില്
ഒരു ട്രീറ്റ്മെന്റ് റിഫ്യൂസ് ചെയ്യാനായിട്ട്, നിരസിക്കാനുള്ള, നിഷേധിക്കാനുള്ള ഒരു അവകാശം പേഷ്യന്റിനുണ്ട്. ആൻഡ് ടു ബി ഇൻഫോംഡ്, അത് അവർക്ക് അറിയിക്കുകയും ചെയ്യും അല്ലെ, ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ പ്രൊവൈഡറിനെ അവർക്ക് അറിയിക്കാം. ഇപ്പൊ നമ്മുടെ സമ്മതമില്ലാതെ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ചെയ്യാനൊന്നും സാധിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനിപ്പോ അവർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് റിഫ്യൂസ് ചെയ്യാം. ഓക്കെ, അതും പറയുന്നുണ്ട്, നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ട്രീറ്റ്മെന്റ് റിഫ്യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് പേഷ്യന്റിനുണ്ട്. അത് അവർക്ക് എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, മെഡിക്കൽ കോൺസിക്വൻസസ് ആണ്. ദാറ്റ് മീൻസ് റൈറ്റ് ടു നോ ദ മെഡിക്കൽ കോൺസിക്വൻസസ് കേട്ടോ. റൈറ്റ് ടു നോ ദ മെഡിക്കൽ കോൺസിക്വൻസസ്, അതായത് മെഡിക്കൽ അനന്തരഫലങ്ങൾ അല്ലെ, ചികിത്സയുടെ അനന്തരഫലങ്ങള് അറിയുന്നതിനുള്ളൊരു അവകാശം ആർക്കുണ്ട്, ഈ പറയുന്ന പേഷ്യന്റിനുണ്ട് അല്ലെ. മെഡിക്കൽ കോൺസിക്വൻസസ് അറിയുന്നതിനുള്ളൊരു അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിന് ഉണ്ട്. ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിലും അതിന് ചിലപ്പോൾ അതിൻ്റെതായ ചില ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാവും അല്ലെ, മെഡിക്കൽ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അറിയുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിന് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ടു പ്രൈവസി. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. ഇതാണ് റൈറ്റ് ടു പ്രൈവസി. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. രോഗിക്ക് എന്തിനുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. രോഗികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നമുക്കുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കേട്ടോ, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. അപ്പൊ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്മ്യൂണിക്കേഷൻസുകളും റെക്കോർഡുകളും എന്തായിരിക്കണം, തികച്ചും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ, വളരെയധികം എന്തായിരിക്കണം, രഹസ്യാത്മകമായിരിക്കണം. ഓക്കെ, കാര്യം അവരുടെ പ്രൈവസിയുടെ റൈറ്റിന്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ അടുത്തത് നോക്കിയേ, ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. ഇവിടെ പറയാം, ഹോസ്പിറ്റൽസ് മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. അതായത് ഓരോ പേഷ്യന്റിന്റെയും അടിയന്തരാവസ്ഥയ്ക്ക് അനുസരിച്ച്, അർജൻസിക്ക് അനുസരിച്ച് കൊണ്ട് അവരെ ഇവാലുവേഷൻ ചെയ്യണം അല്ലെ, അവരെ ഇവാലുവേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കണം. ചിലപ്പോ അവർക്ക് റെഫർ ചെയ്ത് വിടേണ്ട കേസുകളാണെങ്കിൽ റെഫറൽ സംവിധാനങ്ങളും ഉറപ്പുവരുത്തണം അല്ലെ. അതൊരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണ്. അത്തരം സേവനങ്ങൾ കിട്ടാനുള്ളൊരു റൈറ്റ് ആർക്കുണ്ട്, പേഷ്യന്റിനുണ്ട്. അത് തന്നെ മനസ്സിലായ, ഒരു പേഷ്യന്റിന് അവരുടെ എമർജൻസിക്ക് അനുസരിച്ച്, ഇപ്പൊ ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാണ്. ഓക്കെ, അപ്പൊ ആ ഒരു എമർജൻസിക്ക് അനുസരിച്ച് അവരെ ഇവാലുവേറ്റ് ചെയ്യും അല്ലെ, അവരെ ഇവാലുവേറ്റ് ചെയ്യണം, അവരെ വിലയിരുത്തണം. ഹോസ്പിറ്റലിൽ ഇവാലുവേറ്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വരണം, അവർ ചെക്ക് ചെയ്യണം, അവർക്ക് വേണ്ട അവരുടെ ഇവാലുവേഷൻ നടത്തണം, സർവീസ് അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കണം അല്ലെ, സർവീസ് കൊടുക്കണം. ആൻഡ് റെഫറൽ എന്ന് പറയും, കാരണം ഇപ്പൊ വളരെ സീരിയസ് സിറ്റുവേഷൻ ആണ് ഉള്ളൊരു രോഗിയാണ്, ആ രോഗിയെ കൊണ്ടുവന്ന സമയത്ത് അയാൾക്ക് ഒരു നല്ല പരിചരണം കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങള്, അതിനുള്ളൊരു എക്യുപ്മെന്റ്സുകളോ കാര്യങ്ങളോ ആ ഹോസ്പിറ്റലിൽ ഇല്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, ഉടനടി തന്നെ അവർക്ക് ഏറ്റവും നല്ല പരിചരണം കിട്ടുന്ന മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് അവരെ ഉടനടി തന്നെ എന്ത് ചെയ്ത് വിടണം, റെഫർ ചെയ്ത് വിടണം അല്ലെ. അല്ലാതെ അവരെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണോ ചെയ്യുന്നത്, അല്ല. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിന് ബാധ്യസ്ഥതയുണ്ട്, ലയബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള സേവനങ്ങൾ ലഭിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിന് ഉണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ, സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, റിലേഷൻഷിപ്പ് ഓഫ് എ ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ where one is being referred to. ഇനി നമ്മൾ അങ്ങനെ ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ വിട്ടുകൊണ്ടിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വിടുന്നതോട് കൂടിയിട്ട് അവരുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം അവിടെ തീരുന്നുണ്ടോ, ഇല്ല. എന്ത് വേണം, ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരു പേഷ്യന്റ്, ആ ഒരു പേഷ്യന്റ് കുറെ കൂടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടാൻ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് നമ്മൾ റെഫർ ചെയ്ത് വിടാണ്. അപ്പൊ എന്ത് ചെയ്യണം, നിലവിലുള്ള ഹോസ്പിറ്റലിൽ അവർ റെഫർ ചെയ്ത് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ തീരുന്നുണ്ടോ, ഇല്ല. അവരെന്ത് ചെയ്യണം, ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പുവരുത്താനായിട്ട് ആ പേഷ്യൻസിനെ എവിടേക്കാണോ നമ്മൾ റെഫർ ചെയ്ത് വിട്ടത് ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനും റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കണം അല്ലെ. അത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇവരുടെ മെഡിക്കൽ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രോപ്പർ റിലേഷൻ ആ ഹോസ്പിറ്റലുകൾ തമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യന്റിന് എന്ത് കിട്ടുള്ളൂ, നല്ലൊരു ക്വാളിറ്റി സർവീസ് കിട്ടുള്ളൂ. അങ്ങനെ ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്, പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്,
right to refuse to take part in research. Right to refuse to take part in research. ഒരു റിസർച്ചില് എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് നിരസിക്കുന്നതിനുള്ള ഒരു അവകാശം, നിഷേധിക്കുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഇവിടെ പറയാം റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. അതായത് ഇപ്പൊ ഒരു റിസർച്ചില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ നിരസിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, അതൊരു എക്സാമ്പിളിനോട് പറഞ്ഞത് കാണുന്നത്. അതായത് ഇപ്പോ ഒരു ഹോസ്പിറ്റലില് ഒരു പുതിയൊരു മെഡിസിൻ കണ്ടുപിടിക്കുകയാണ് കേട്ടോ, ഒരു പുതിയൊരു മെഡിസിൻ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതിനൊരു ക്ലിനിക്കൽ ട്രയൽ നടത്തണം. ഒരു ക്ലിനിക്കൽ ട്രയൽ, ദാറ്റ് മീൻസ് ഒരു ക്ലിനിക്കൽ റിസർച്ച് തന്നെയാണ്. ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മരുന്ന് ആരെങ്കിലും ഉപയോഗിച്ച് നോക്കണം. ട്രയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ, റിസർച്ചിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിനോട് നമ്മൾ സംസാരിക്കുകയാണ്. പേഷ്യന്റിനോട് പറയുകയാണ് ഒരു പുതിയ മെഡിക്കേഷന്റെ ക്ലിനിക്കൽ ട്രയലിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് അവരോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. പക്ഷേ പേഷ്യന്റ് അതിനെപ്പറ്റി മനസ്സിലാക്കി, അതിനെപ്പറ്റി അതിന്റെ ബെനിഫിറ്റും അതിന്റെ റിസ്കുകളൊക്കെ മനസ്സിലാക്കിയപ്പോ പേഷ്യന്റ് എന്ത് ചെയ്യാണ്? പേഷ്യന്റ് പറയാണ് എനിക്ക് ആ റിസർച്ചിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കില്ല, ഞാൻ ക്ലിനിക്കൽ ട്രയലിന്റെ ഭാഗമാവുന്നുണ്ട്, ഞാൻ എന്താണ് ഓക്കെ അല്ല, അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറല്ലാന്നുണ്ട് ആർക്ക് പറയാം? പേഷ്യന്റിന് പറയാം. അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. ഒരിക്കലും അത് അവരുടെ പിന്നീടുള്ള മെഡിക്കൽ കെയറിനെ ഒരിക്കലും അഫക്ട് ചെയ്യില്ല. ഓക്കെ, അവർക്ക് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അല്ലെ, അതാണ് അവർ നിർദ്ദേശിച്ചത് കേട്ടോ. റൈറ്റ് ടു റിഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ഇപ്പൊ റിസർച്ചില് പങ്കെടുക്കുന്നെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിന് ടേക്ക് പാർട്ട് എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെ നിഷേധിക്കാനുള്ള, നിരസിക്കാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് റൈറ്റ് ടു നോ ദ അപ്പോയിന്റ്മെന്റ്സ് ഓർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു രോഗിയെ സംബന്ധിച്ച് എന്താണ് അവർക്ക് റൈറ്റ് ടു നോ ദ അപ്പോയിന്റ്മെന്റ്സ്, അപ്പോയിന്റ്മെന്റുകളെ പറ്റി അറിയാനും, അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ, ഡോക്ടറുടെ അവൈലബിലിറ്റിയെ പറ്റി അറിയാനും, അതുപോലെ കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് ശേഷവും അവർക്കൊരു ആരോഗ്യ പരിചരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനും അവർക്ക് അവകാശമുണ്ട്, പേഷ്യന്റിന് അവകാശം ഉണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ് കേട്ടോ, മനസ്സിലായോ? അപ്പൊ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അവർക്ക് പല രീതിയിലുള്ള സേവനങ്ങൾ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറയുന്ന പേഷ്യന്റിനുണ്ട് കേട്ടോ. ഓക്കെ, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഹെൽത്ത് കെയർ കിട്ടും. ചില ആളുകൾക്ക് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടിൽ എത്തുമ്പോഴായാലും ചിലപ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ സർവീസുകൾ ആവശ്യം വരും അല്ലെ, ചിലപ്പോൾ ഒരു ഫിസിയോതെറാപ്പി സേവനങ്ങളൊക്കെ ആവശ്യം വരും അല്ലെ, അല്ലെങ്കിൽ സോഷ്യൽ ഇമോഷണൽ സപ്പോർട്ട് അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു ഹോം ഹെൽത്ത് കെയർ നഴ്സിന്റെ ആവശ്യം വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല് കേട്ടോ. ബില്ലുകളുടെ വിശദാംശങ്ങളൊക്കെ അറിയുന്നതിനുള്ള, അല്ല ബില്ലുകൾ പരിശോധിക്കാനും അതിന്റെ വിശദാംശങ്ങൾ അറിയാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട് കേട്ടോ. റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ബില്ല് കേട്ടോ. റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് ദ എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല് കേട്ടോ. അതായത് ബില്ലുകൾ പരിശോധിക്കാനും ബില്ലുകളുടെ വിശദാംശങ്ങൾ അറിയുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. And last and final point, right to hospital rules. ഹോസ്പിറ്റൽസിന്റെ നിയമങ്ങൾ അറിയുന്നതിനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ് കേട്ടോ. ഹോസ്പിറ്റൽ റൂളുകൾ എന്താണ് മനസ്സിലാക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ. പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ഇത്രയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും എല്ലാ പോയിന്റും ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് മിസലേനിയസ് ആക്ട്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഹോസ്പിറ്റൽസ് കേട്ടോ. നമ്മൾ ജനറൽ ആക്ടുകൾ ഒരു 10 പഠിച്ചു,
പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രത്യേകമായിട്ട് പഠിച്ചു, ടോർട്ട് ആക്ട് പഠിച്ചു അല്ലെ. ഇനി നമുക്ക് കുറച്ച് മിസലേനിയസ് ആക്ട് ഉണ്ട്, ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ് കേട്ടോ. അതായത് നമുക്കൊരു ഹോസ്പിറ്റലിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന മറ്റു പല ആക്ടുകളെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കാൻ വേണം കേട്ടോ. ആ വർഷങ്ങൾ ഓർത്തിരിക്കാൻ വേറെ സൂത്രങ്ങളൊന്നുമില്ല, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. പക്ഷെ അത് നമ്മൾ ഓർത്ത് തന്നെ വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടുകളാണ് കേട്ടോ. അതിലൊരു ആക്ട് പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. ആക്ട് പോലും വെച്ചാൽ ആക്ടിന്റെ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നിർബന്ധമാണത്. ഓക്കെ, അപ്പൊ നോക്കുക, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കേട്ടോ, 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ. 1960 അല്ലാണ്ട് 1860, ഒത്തിരി പഴക്കമുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. ഓക്കെ, എന്താണ് ഈ ഒരു ആക്ട് പ്രകാരം പറയുന്നത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കൺട്രോൾസ് the working and management of institutions established or owned by the charitable trust. അതായത് നമ്മൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ളതോ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ആക്ട് എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിന് കൂടെ ബാധകമാണ്. ഹോസ്പിറ്റലിന് മാത്രമായിട്ടുള്ളതെന്നല്ല പറഞ്ഞത്, ഹോസ്പിറ്റൽ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് അത് ബാധകമാണ് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങള് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ടാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഓക്കെ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഇഷ്ടംപോലെ സൊസൈറ്റീസ് ഉണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ മാത്രമല്ല, ഹോസ്പിറ്റൽ ഉണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാം തന്നെ ഈ പറയുന്ന ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം, ഓൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വോളണ്ടറി സെക്ടർ ഓർ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ NGO in the medical care field should be registered under this act കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറയുന്ന വോളണ്ടറി സെക്ടറിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോസ്പിറ്റലും സന്നദ്ധ മേഖലയില്, സന്നദ്ധ മേഖല എന്ന് വെച്ചാൽ ഈ പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒക്കെ കീഴിലുള്ള വോളണ്ടറി സെക്ടറില് സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകള്, അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ഈ സേവാഭാരതി ഒക്കെ പോലെയുള്ള സംഘടനകളൊക്കെ ഉണ്ട്, മെഡിക്കൽ കെയർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും ഹോസ്പിറ്റലുകളും ഈ പറയുന്ന ആക്ട് പ്രകാരം എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് എന്ത്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? അതിന്റെ വർഷമാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. അടുത്തതാണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് കേട്ടോ. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. ഓക്കെ, സം സ്റ്റേറ്റ്സ് ഹാവ് ഇനാക്ടഡ് their own public charitable trust act which normally controls the detailed working and management of hospitals established by the public charitable trust. In such a state, the society should also be registered under the state act കേട്ടോ. നമ്മളിപ്പോ ഈ പറഞ്ഞ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പറഞ്ഞില്ലേ, അതേ ആക്ട് പ്രകാരം തന്നെ നമ്മുടെ അതത് സ്റ്റേറ്റുകളില്, അതായത് നമ്മുടെ ഇന്ത്യയില് ഓരോ സംസ്ഥാനങ്ങളിലും, എല്ലാ സംസ്ഥാനത്തും ഉണ്ടാവുന്നില്ല, അതത് സംസ്ഥാനങ്ങളില് ഇതേപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴില് അതിന്റെ ഉടമസ്ഥതയിലുള്ളത് അതിന്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഏത് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം? സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ കേരളത്തില് ഒരു പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഓക്കെ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കാമെന്ന് വിചാരിക്കാം നമ്മുടെ കേരള സ്റ്റേറ്റില് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഈ പറയുന്ന എന്താണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയില് ഒരു ഹോസ്പിറ്റൽ ഇവിടെ കേരളത്തിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഹോസ്പിറ്റല് നമ്മുടെ കേരള സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കും. മനസ്സിലായോ? അതുകൂടാണ്ട് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കുക, ഇൻ സച്ച് സ്റ്റേറ്റ് ദ സൊസൈറ്റി ഷുഡ് ആൾസോ ബി രജിസ്റ്റേർഡ് അണ്ടർ ദ സ്റ്റേറ്റ് ആക്ട് കേട്ടോ. ഓക്കെ, സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ അതിനകത്ത് വരുന്ന ഹോസ്പിറ്റൽസുകള്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഇതെല്ലാം തന്നെ ഈ ഒരു ആക്ട് പ്രകാരം
രജിസ്റ്റർ ചെയ്തിരിക്കണം. ചുരുക്കി പറഞ്ഞ ഇത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി കഴിഞ്ഞാലും അതിന് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ പാലിക്കണം. ഇനി സംസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ പാലിക്കണം. കേന്ദ്ര നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതും പാലിച്ചിരിക്കണം. എല്ലാ ആക്ടിലും വിധേയമാണ് കേട്ടോ. ഓക്കെ, അല്ലാണ്ട് ഇപ്പോ ഒരു അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ആക്ട്സ് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ് കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസുകളൊക്കെ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടുകളാണ്. ആക്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനില്ല, അങ്ങനെയുള്ള ആക്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നോക്കിയേ, there are regional laws in each state controlling the establishment and standards about the hospitals or the nursing homes കേട്ടോ. അതുകൂടാണ്ട് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ വരെ നിലവിലുണ്ടെന്ന് പറയുന്നത്. സെൻട്രൽ ആക്ടും സ്റ്റേറ്റ് ആക്ടുകൾ മാത്രമല്ല, എന്താണ് റീജിയണൽ ലോസ്. ഓരോ സംസ്ഥാനത്തിനകത്തും പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ വരെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കൺട്രോളിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അബൌട്ട് ദ ഹോസ്പിറ്റലോ നഴ്സിംഗ് ഹോം. ഈ പറയുന്ന ഹോസ്പിറ്റലോ നഴ്സിംഗ് ഹോംസുകളുടെ സ്റ്റാൻഡേർഡുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ വരെ നിലവിലുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതിനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു ആക്ട് അവിടെ പറയുന്നുണ്ട്. ഏതാണെന്നറിയോ? ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്താണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്? അപ്പൊ ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടില് നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മളൊരു ഷോപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു പലചരക്ക് കടയോ എന്തെങ്കിലും ഒരു സ്റ്റേഷനറി കടയോ നമുക്ക് തുടങ്ങാന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ പഞ്ചായത്തില് അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിന്റെ പരിധിയിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ നമുക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. ശരിയല്ലേ പറഞ്ഞത്? അതെന്താണ്? അത് റീജിയണൽ ലോകളാണ്. പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അത് പാലിക്കണം, അത് രജിസ്റ്റർ ചെയ്യണം. അതനുസരിച്ചാണ് നമുക്ക് അങ്ങനെ തുടങ്ങാനായിട്ട് സാധിക്കൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ വരെ നിലവിലുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് അത്രയും മതി കേട്ടോ. നമുക്കൊരു ചെറിയൊരു പോർഷനും കൂടെ നമുക്ക് ഉള്ളൂ കേട്ടോ. കുറച്ച് ആക്ടുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചാപ്റ്ററിന്റെ അവസാനിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി മൺഡേ ആണല്ലോ ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്പൊ മൺഡേ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്തിട്ട് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് തുടങ്ങാം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് വലിയ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ട് ക്ലാസ്? കുറച്ച് ബോറടിക്കുന്നുണ്ട്. റൈറ്റ്, എന്തുകൊണ്ടാണ് ബോറടിക്കുന്നത്? അതുകൂടെ പറയണം. എന്റെ ക്ലാസ് ബോറായതുകൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഉറക്കം വന്നിട്ട്. ഓക്കെ, ഉച്ചയല്ലേ? എന്തായാലും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വളരെ സൗകര്യമാണല്ലോ. സ്വന്തം വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അല്ലെ? അപ്പൊ അതൊരു വലിയൊരു ആനുകൂല്യല്ലേ? അതേസമയം നമുക്കൊരു കോളേജിൽ പുറത്തൊക്കെ പോയി ഇരുന്ന് പഠിക്കുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും അല്ലെ? അല്ലെ? മൊത്തം ഈ മൊഡ്യൂൾ അങ്ങനെയാണ് കേട്ടോ. അതായത് ഈ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സുകളുടെ പ്രത്യേകത അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതുകൊണ്ടാണ് ഞാൻ തുടക്കം മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണെന്ന് തോന്നരുതല്ലോ. അതെന്ന് വെച്ചാൽ ചാപ്റ്റേഴ്സുകൾ വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്, ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്ററാണ്, ലെങ്ത്തും കൂടുതലാണ്. ഓരോ ചാപ്റ്ററുകൾക്കൊക്കെ ഭയങ്കര വലുപ്പമാണ്. അപ്പൊ അത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കണ്ടന്റുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള രീതിയിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ തേർഡിലും ഫോർത്തിലും വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റും സെക്കൻഡിലും നമ്മൾ കൂടുതലും മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലെ? പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കുറച്ച് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അപ്പൊ അഡ്മിനിസ്ട്രേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കണ്ടന്റുകൾ അധികവും വരുന്നത് എനിക്ക് തോന്നുന്നു തേർഡ് ഫോർത്ത് കൂടിയുള്ള ചാപ്റ്റേഴ്സ്. അപ്പൊ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല കേട്ടോ. ബോറിംഗ് ആയിരിക്കും, പക്ഷെ അത് നമ്മൾ പഠിച്ചല്ലേ പറ്റുള്ളൂ. ഏതായാലും ഈ ഒരു 3 months ഒക്കെ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. ഈ 3 months കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ശരി കേട്ടോ, വേറെ ഡൗട്ട്സുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ക്ലാസ് വൈകിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു.